ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് തോറ്റുകൊണ്ട് വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇതിപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു പരിപാടിയായതുകൊണ്ട് തന്നെ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഏതൊക്കെയായാലും CSK ഒരു കിടിലൻ വിജയം തന്നെ മുംബൈ ഇന്ത്യൻസിനെതിരെ സ്വന്തമാക്കിയിരിക്കുന്നു. പക്ഷേ MI അവസാനം വരെ പോരാടിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം മലയാളി താരം വിഘ്നേഷ് പുത്തൂരാണെന്നുള്ളതും ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സഞ്ജു സാംസണിന് ശേഷം IPL അടുത്തൊരു മലയാളി പ്രതിഭ കൂടി എന്നുള്ള തരത്തിൽ ഇപ്പോൾ തന്നെ ഒരുപാട് വലിയ ഹൈപ്പൊക്കെ വിഘ്നേഷ് പുത്തൂരിന് ലഭിക്കുന്നുണ്ട്. ഏതായാലും വലിയ ഉയരങ്ങളിലേക്ക് വലിയ ഹൈപ്പിലേക്ക് ഇപ്പോൾ തന്നെ നമ്മൾ പോവേണ്ടതില്ല. ചെക്കൻ കളിക്കട്ടെ എന്ന് ഇതുപോലെ തന്നെ മികച്ച ബൗളിംഗ് പ്രകടനം തുടരട്ടെ. തീർച്ചയായിട്ടും ഇന്നത്തെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് അരങ്ങേറ്റ മത്സരത്തിൽ തകർപ്പൻ ബൗളിംഗ് പ്രകടനവും ഫീൽഡിങ്ങിലൊക്കെ മികവ് കാട്ടിക്കൊണ്ട് വിഘ്നേഷ് പുത്തൂർ നടത്തിയിട്ടുള്ള പ്രകടനം കയ്യടി അർഹിക്കുന്നത് തന്നെയാണ്. ചെപ്പോക്കിൽ CSKയുമായിട്ടുള്ള എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ അരങ്ങേറാൻ ലഭിച്ചിട്ടുള്ള അവസരം വിഘ്നേഷ് കൃത്യമായി തന്നെ മുതലാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. മുംബൈ ഇന്ത്യൻസ് മത്സരം തോറ്റെങ്കിൽ കൂടി ഇത്രയൊന്നും ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരമായിട്ട് ഇത് മാറുമായിരുന്നില്ല വിഘ്നേഷ് പുത്തൂരിന്റെ ഈ ഒരു പ്രകടനം വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ. CSKയുടെ 3 വമ്പൻ വിക്കറ്റുകളാണ് മലയാളി താരം പോക്കറ്റിലാക്കിയിട്ടുള്ളത്. CSK ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദ്, അതുപോലെ തന്നെ വമ്പൻ അടിക്ക് കെൽപ്പുള്ള ശിവൻ ദുബെ, ദീപക് ഹൂഡ എന്നിവരുടെ വമ്പൻ വിക്കറ്റുകളാണ് താരം വീഴ്ത്തിയിട്ടുള്ളത്. 4 ഓവറിൽ 32 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റുകൾ വിഘ്നേഷ് പുത്തൂരിന് 8 എക്കണോമിയിൽ പന്തെറിഞ്ഞുകൊണ്ട് വീഴ്ത്താൻ സാധിച്ചിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസിന്റെ ബൗളിംഗ് നിരയിൽ ഇന്ന് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത് ഈ ഒരു മലയാളി താരമാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും നമ്മൾ ഓർക്കേണ്ടത് മുംബൈ ഇന്ത്യൻസിന്റെ ബൗളിംഗ് നിരയിൽ ലോകോത്തര നിലവാരമുള്ള ബൗളിംഗ് യൂണിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വിശ്വസിച്ചുകൊണ്ട് തന്നെ വിഘ്നേഷ് പുത്തൂരിന് പന്തേൽപ്പിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതും അതിമനോഹര കാഴ്ചയായിരുന്നു. മത്സരത്തിൽ ചെപ്പോക്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അനായാസം റൺ ചേസിൽ മുന്നേറവെയാണ് 8ാമത്തെ ഓവറിൽ വിഘ്നേഷ് പുത്തൂരിനെ മുംബൈ ഇന്ത്യൻസ് നായകൻ സൂര്യകുമാർ യാദവ് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കുന്നത്. ചിലപ്പോൾ ആദ്യ ഓവർ മാത്രം അദ്ദേഹത്തെ ബൗൾ ചെയ്യിപ്പിക്കാമെന്നായിരിക്കണം ക്യാപ്റ്റൻ പോലും അപ്പോൾ കരുതിയിട്ടുണ്ടായിരുന്നതും. കാരണം നേരത്തെ പ്ലേയിങ് 11 പോലും ഭാഗമല്ലാതിരുന്ന വിഘ്നേഷിനെ രോഹിത് ശർമ്മയെ പുറത്താക്കിക്കൊണ്ട് ഇമ്പാക്ട് പ്ലെയർ എന്ന രീതിയിലാണ് മുംബൈ ഇന്ത്യൻസ് അവതരിപ്പിച്ചതും. ഏതായാലും IPL നിന്ന് CSK വിജയിച്ചെങ്കിൽ കൂടി കേരളത്തിന്റെ എല്ലാവർക്കും മുമ്പിൽ വിജയിച്ച് കാണിച്ചത് മലപ്പുറത്ത് നിന്നുള്ള ഈ ഒരു ഓട്ടോക്കാരന്റെ മകൻ തന്നെയാണ്. കേരളത്തിന് വേണ്ടി ഇതുവരെ ഒരു സീനിയർ ടീം മത്സരത്തിൽ പോലും കളിക്കാൻ സാധിക്കാത്ത ഒരു പയ്യൻ, കേരള പ്രീമിയർ ലീഗിൽ നിന്ന് 3 മത്സരങ്ങളിൽ നിന്ന് 2 വിക്കറ്റ് എടുത്തൊരു പയ്യൻ. പക്ഷേ IPL തന്നെ ഏറ്റവും വലിയ ഒരു എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ സാക്ഷാൽ രോഹിത് ശർമ്മയുടെ സബ്ബായി ഇറങ്ങി CSKയുടെ വമ്പൻ കുതിപ്പിനെ ഒറ്റയ്ക്ക് നിന്ന് തടയിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മലയാളി എന്ന രീതിയിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു. ഏതായാലും ദിസ് ഈസ് വാട്ട് ഫെയറി ടെയിൽസ് ആർ മെയ്ഡ് ഓഫ് എന്ന് തന്നെ പറയേണ്ടി വരും. ആരാണ് പെരിന്തൽമണ്ണയിൽ നിന്നുമുള്ള ഈ ഒരു വിഘ്നേഷ് പുത്തൂർ എന്ന പയ്യനെന്ന് കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗിലെ മികച്ച പ്രകടനമാണ് വിഘ്നേഷിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചതെന്ന് പറയേണ്ടി വരും. ആലപ്പുഴ റിപ്പിൾസിന്റെ ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. മുംബൈ ഇന്ത്യൻസിന്റെ സ്കൗട്ടിംഗ് സംഘം 24കാരന്റെ പ്രകടനം ശ്രദ്ധിക്കുകയും തുടർന്ന് ട്രയൽസിനായി ക്ഷണിക്കുകയുമായിരുന്നു. ഏതായാലും മെഗാ ഓപ്ഷനിൽ അടിസ്ഥാന വിലയായിട്ടുള്ള 30 ലക്ഷം രൂപയ്ക്കാണ് വിഘ്നേഷിനെ MI സ്വന്തമാക്കുന്നത്. പക്ഷേ പ്ലേയിങ് 11ലൊക്കെ അദ്ദേഹത്തിന് അവസരം ലഭിക്കുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിരുന്നു. പക്ഷേ ആദ്യ മത്സരത്തിൽ തന്നെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കാൻ സാധിച്ചിരിക്കുന്നു. അതും കേരളത്തിന്റെ സീനിയർ ടീമിനായിട്ട് അരങ്ങേറുന്നതിന് മുമ്പ് തന്നെ IPL എന്ന വലിയ വേദിയിൽ കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരിക്കുന്നു. പൊളിച്ചടുക്കിയ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരിക്കുന്നു. വിഘ്നേഷ് പുത്തൂർ ഭാവി IPLന്റെ വലിയ വാഗ്ദാനമായിട്ട് മാറട്ടെ. ഇപ്പോൾ തന്നെ വലിയ കമ്പാരിസണൊന്നും നമ്മൾ പോവേണ്ടതില്ല. പക്ഷേ ചെക്കൻ വളർന്നു വരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.